നമസ്കാരം. ടെക്ഗുരു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് nginx വെബ് സെർവറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്പാഷെ വെബ് സെർവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ nginx വെബ് സെർവറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പാഷെ വെബ് സെർവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലൊക്കെ തന്നെയാണ് nginx സെർവറും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ കോൺഫിഗറേഷൻ ഫയൽസിന് അങ്ങനത്തെ 2-3 ചേഞ്ചസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഒരു nginx വെബ് സെർവർ അപ്പ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് സെർവറിലേക്ക് ലോഗിൻ ചെയ്യാം. പാക്കേജ് ഇൻസ്റ്റാളർ വെച്ച് nginx സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ nginx എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിച്ച് nginx പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസും ആർക്കിടെക്ചറും വേർഷൻസും കാര്യങ്ങളൊക്കെ കാണാം. യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്താൽ nginx ഇൻസ്റ്റാൾ ആകും. അതിനുശേഷം nginx ഇൻസ്റ്റാൾ ആയതിനു ശേഷം systemctl സ്റ്റാർട്ട് കമാൻഡ് വെച്ച് nginx സർവീസ് സ്റ്റാർട്ട് ചെയ്യാനും systemctl എനേബിൾ കമാൻഡ് ഉപയോഗിച്ച് nginx സർവീസ് എനേബിൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ systemctl സ്റ്റാർട്ട് ആൻഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആയോ എന്നുള്ളത് സ്റ്റാറ്റസ് കമാൻഡ് വെച്ച് systemctl സ്റ്റാറ്റസ് nginx വെച്ച് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആക്റ്റീവ് റണ്ണിങ് ആണ്, എനേബിൾഡ് ആണ് സർവീസ്. അപ്പോൾ നമുക്ക് nginx സർവീസ് അപ്പായിട്ടുണ്ട്. നമുക്ക് വിം എഡിറ്റർ കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതായത് index.html ഫയൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോൺഫിഗറേഷൻ ഫയൽസ് സീൻ ചെയ്യുന്നതെങ്കിൽ വിം എഡിറ്റർ വെച്ചിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് വിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിം ഇൻസ്റ്റാൾ ചെയ്തോ. nginx സർവീസിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ റൂട്ട് ഡയറക്ടറി ETCക്ക് കീഴിൽ nginxൻ്റെ കീഴിൽ nginx.conf എന്ന് പറയുന്നതാണ് nginxൻ്റെ കോൺഫിഗറേഷൻ ഫയൽ വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, കോൺഫിഗറേഷൻസ് കാണാം. ലിസൺ ചെയ്യുന്നത് പോർട്ട് 80-ലാണ്. റൂട്ട് ഡയറക്ടറി വരുന്നത് usr/share/nginx/html ബാക്കി കോൺഫിഗറേഷൻസ് ഒക്കെ കാണാം. ഇത്രയാണ് nginxൻ്റെ കോൺഫിഗറേഷൻ ഫയൽ വരുന്നത്. നമുക്ക് ഇവിടെ റൂട്ട് ഡയറക്ടറിയിലാണ് നമ്മൾ index.html ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. നമുക്ക് ആ ഡയറക്ടറിയിൽ പോയിട്ടാണ് വെബ് സെർവർ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പം IP അഡ്രസ്സ് വെച്ച് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ nginxൻ്റെ ടെസ്റ്റ് പേജ് നമുക്ക് വിസിബിളായിട്ട് വരും. ബ്രൗസറിൽ IP അഡ്രസ്സ് അടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്താൽ ഇതേപോലെ ടൈപ്പ് ഹെയർ എൻ്റർപ്രൈസ് ടെസ്റ്റ് പേജ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് പേജ് മാറ്റിയിട്ട് നമ്മളുടേതായിട്ടുള്ള കസ്റ്റം കണ്ടൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിം നേരത്തെ പറഞ്ഞ പോലെ യൂസർ റൂട്ട് ഡയറക്ടറിയിൽ കയറി index.html എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുക. index.html ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടൻസ് കാണുന്നത് ടെസ്റ്റ് പേജിലെ കണ്ടൻസാണ്, ടെസ്റ്റ് പേജിൻ്റെ കണ്ടൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ കസ്റ്റം കണ്ടൻറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഞാനിവിടെ കൊടുക്കുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് നമുക്കൊരു ഹെഡ് പ്രൊവൈഡ് ചെയ്യാം. വെൽക്കം ടു ടെക്ഗുരു എന്നാണ് ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ദിസ് ഈസ് nginx സെർവറിന് വെബ് സെർവറിന് കൊടുക്കാം. ഒരു പാരഗ്രാഫായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഈ പാരഗ്രാഫിൻ്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്താൽ തന്നെ നമുക്കത് വിസിബിളായിട്ട് വരുന്നതാണ്. ഒരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ ഹെഡും പാരഗ്രാഫും കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് systemctl റീസ്റ്റാർട്ട് വെച്ച് nginx സർവീസ് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇതൊന്ന് റീലോഡ് ചെയ്യും. അപ്പോൾ റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെൽക്കം ടു ടെക്ഗുരു എന്നുള്ള നമ്മൾ കൊടുത്ത കസ്റ്റം കണ്ടൻറ്റ് നമുക്ക് വിസിബിളായിട്ട് വരുന്നതാണ്. ഇങ്ങനെയാണ് ഒരു nginx സർവീസ്
നമ്മളുടെ EC2 ഇൻസ്റ്റൻസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു സെർവർ അപ്പ് ചെയ്യുന്നതായിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.